ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അന്നുള്ള മുഅ്മിനീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ചതും മദ്ഹ് പറഞ്ഞതും അവിടുത്തെ മൗലിദ് ഓതിയതും അതിൻ്റെ 1% മാത്രമേ ആകൂ. നമ്മൾ ആ പകല് ഫുള്ള് മൗലിദ് കടന്ന് കെട്ടി പറഞ്ഞാൽ 1%. എന്താ 1% ഞാൻ പറയാൻ കാരണം, നമ്മൾ ഈ ആവേശമൊക്കെ പോയി റബീഉൽ അവ്വൽ കഴിഞ്ഞല്ലോ. റബീഉൽ അവ്വൽ 30 കഴിഞ്ഞാൽ നമ്മൾ ഈ മൗലിദാവേശമൊക്കെ കഴിഞ്ഞു. ഷാഫിയാജിന്റെ വീട്ടിൽ റബീഉൽ അവ്വൽ കഴിഞ്ഞ റബീഉൽ അവ്വൽ ഇങ്ങനെ സുബഹി മുതൽക്ക് തുടങ്ങി രാത്രി മഗ്‌രിബിന്റെ ശേഷമാണ് പൂർത്തിയാക്കിയത്. അതേപോലെ ഈ തവണയും നമുക്കത് ഓതാൻ സാധിച്ചു സുബഹി മുതൽ. പക്ഷെ റബീഉൽ ആഖിറിൽ ഷാഫിയാജിന്റെ വീട്ടിൽ അങ്ങനെ മൗലിദില്ല, എവിടെയില്ല. എന്നാൽ സ്വഹാബത്തിന്റെ കാലത്ത് അങ്ങനല്ല. സ്വഹാബത്തിന്റെ കാലത്ത് റബീഉൽ അവ്വൽ എന്നും ആഖിർ എന്നും മുഹറം എന്നും സഫർ എന്നും വർഷത്തിൽ 12 മാസമല്ലേ ഉള്ളത്. ഈ 12 മാസവും 12 ഓരോ മാസത്തിലും 30 ദിവസമാണെങ്കിൽ എല്ലാ ദിവസവും സദാ മൗലിദ് നടക്കുന്ന അവസ്ഥയായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നത്. അത് ഉൾക്കൊള്ളാത്ത ആൾക്കാണ് ജാഹിലി, വിവരമില്ലാത്തവന്റെ പേര്. തന്നെയുമല്ല, ഞാൻ അങ്ങോട്ട് വരാം, അധികം സുദീർഘമായി സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കി തരും. ഈ മൗലിദ് പാരായണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മൗലിദ് പാരായണം, മൗലിദ് സദസ്സ് എന്ന് പറഞ്ഞാൽ മുത്തനബിന്റെ മദ്ഹ് പറയാന്നുള്ളത് അതിൻ്റെ സുപ്രധാനമായ ഘടകം. ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും തിന്നലും ചീരണി കൊടുക്കലും അതൊക്കെ വേണമെങ്കിൽ നല്ല കാര്യം തന്നെയാണ്, അതൊക്കെ മോശപ്പെട്ട സംഗതി ഒന്നല്ല, നല്ല തന്നെയാണ്. പക്ഷെ അതൊന്നും മൗലിദിന് അനിവാര്യമല്ല. അതില്ലെങ്കിലും മൗലിദാവും. അങ്ങനെ ആയിരുന്നു വന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന മൗലിദ്. അതിന് സ്വയം ഈമാനികമായ പ്രചോദനമായിരുന്നു ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ പാടുന്നതും പറയുന്നതും കേട്ടിരിക്കാനും പറയാനുമുള്ള പ്രചോദനം മനസ്സിന്റെ ഉള്ളിലുള്ള മുത്തനബിയോടുള്ള സ്നേഹവും ഈമാനുമായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച സ്വഹാബത്തിന് ഉണ്ടായിരുന്നത്. അന്ന് ഭക്ഷണം ഉണ്ട് എന്ന് കേട്ടിട്ടല്ല അന്ന് ജനങ്ങൾ ഒരുമിച്ച് കൂടുക. പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ ചിലപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും സ്വഹാബത്തിന് അറിവില്ലാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. ഞാൻ ആരാന്നൊക്കെ അറിയോ? പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയില്ലല്ലോ ഞാൻ ആരാന്നറിയോ? നാളെ മഹ്ശറിൽ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഈസാ നബി വരെയുള്ള അമ്പിയാക്കന്മാരും അവരുടെ ജനതയും എല്ലാവരും ഞാൻ പിടിക്കുന്ന കൊടിയുടെ ചുവട്ടിൽ നിരന്നിരിക്കും. അവരെല്ലാവരും എൻ്റെ സമുദായമായി നിലകൊള്ളും. നാളെ മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ ഒരു ബാങ്കുണ്ട്. ഭൂമിയിലാകെ ബാങ്ക് കൊടുത്തത് നബിതങ്ങൾ വന്നപ്പോഴാണ് ഭൂമിയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനയില്ലേ എന്ന് വിളിച്ചു പറഞ്ഞത്. അതുവരെ ബാങ്ക് വിളിച്ചു പറഞ്ഞിട്ടില്ല. പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഭൂമിയിൽ വിളിച്ചു പറഞ്ഞത് ഔദ്യോഗിക പ്രവാചകനായ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വന്നതിന് ശേഷം ബാങ്ക് ഉണ്ടായത്. ഇനി മഹ്ശറിൽ എല്ലാവരും വിളിച്ചുകൂട്ടിയിട്ട് ഈ ശ്വാസം വിടൽ മാത്രമേ അവിടെ ഉള്ളൂ. വേറെ ആരാൾക്കും ഒന്നും സംസാരിക്കാനില്ല. ഒരു സൂചി വീണാൽ ശബ്ദം കേൾക്കും. അങ്ങനെ എല്ലാവരും അല്ലാഹുവിന്റെ സന്നിധിയിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്നു. അവിടെ ആദ്യം നടക്കുന്ന ചടങ്ങാര എന്താണെന്നറിയോ? ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ ബാങ്ക് കാരണനാ. ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറയും. ആ ബാങ്കിൽ എന്താ വിളിച്ചു പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ആദമു റസൂലുള്ളാഹ് എന്നല്ല വിളിച്ചു വന്നത്. അഷ്ഹദു അന്ന ഇബ്രാഹിമ റസൂലുള്ളാഹ് എന്നല്ല, അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്നല്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇവിടെ ഒരുമിച്ച് കൂടി ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഈസാ നബി വരെയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം എല്ലാ അംബിയ മുർസലീങ്ങൾക്കും പ്രവാചകനാണ്. അവരൊക്കെ നിയന്ത്രിച്ച, അവർക്കെല്ലാം നിർദ്ദേശം കൊടുത്ത പ്രവാചകനാണ് നമ്മുടെ പ്രവാചകനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുമ്പോൾ അവിടെ ആദം നബിക്കൊന്നും യാതൊരു ആക്ഷേപമില്ല. എന്നെ പറ്റി എന്താ പറയാത്തത് ബാങ്കില്
ഇബ്രാഹിം നബിക്കും ആക്ഷേപമില്ല, മൂസാ നബിക്കും ആക്ഷേപമില്ല, ആർക്കും ആക്ഷേപമില്ല. കാരണം എന്തുകൊണ്ട്? അവരുടെ എല്ലാവരുടെയും പ്രവാചകനാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ നമ്മളിപ്പോ നിങ്ങൾ വന്നിരുന്നതിന് ശേഷം ബുർദത്തു ശരീഫത്ത് ഇവിടെ ചൊല്ലി. ആ ബുർദിയിൽ പറഞ്ഞു വകുല്ലും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫൻ മിനൽ ബഹരി ഔ നഷ്ഫൻ മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലെ ആദ്യ മനുഷ്യനായി മനുഷ്യർക്ക് മാനവികത പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ നബിമാരും മനുഷ്യർക്ക് ഭൂമിയിൽ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള മാനവികതയാണ് പഠിപ്പിച്ചത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാനവികതയാണ്. എങ്ങനെ മനുഷ്യനാകുമെന്ന് പഠിപ്പിച്ചെടുത്തത് അതാണ് ഇസ്ലാം. എടങ്ങേറല്ല ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലേ? കള്ളു കുടിച്ചാൽ മനുഷ്യനാവില്ല. വേശ്യാവൃത്തി ചെയ്യുന്നവൾ മനുഷ്യനല്ല. അപ്പൊ എങ്ങനെയാണ് മനുഷ്യനാകാം എന്നാണ് അംബിയാ മുർസലീങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ആ അംബിയാ മുർസലീങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് അംബിയാ മുർസലീങ്ങൾക്ക് ഉപദേശം നൽകിയത്? അംബിയാ മുർസലീങ്ങൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു ലോകത്ത് എല്ലാ അംബിയാ മുർസലീങ്ങളും ഒരുമിച്ച് കൂട്ടി. ആ ലോകത്തിനാണ് ആത്മലോകം എന്ന് പറയുന്നത്. അർവാഹിന്റെ ലോകം, ആത്മലോകം. അവിടെ നമ്മളൊക്കെ ഉണ്ടായിരുന്നു ആത്മലോകത്ത്. അവിടെ അംബിയാ മുർസലീങ്ങൾക്ക് ഉപദേശം നൽകി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാ മുർസലീങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെ ദീനിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു. എല്ലാം അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും പഠിപ്പിച്ചു കൊടുത്തു. ആത്മലോകത്ത് വെച്ച്, അർവാഹിന്റെ ലോകത്ത് വെച്ച്. അവിടുന്ന് പഠിച്ചിട്ടാണ് അതാ ഇമാം ബൂസീരി പറഞ്ഞത്, അംബിയാ മുർസലീങ്ങളെല്ലാം റസൂലില്ലാഹി മുൽതമിസു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിതാക്കളാണ്. അവര് പഠിച്ചിട്ട് അവരുടെ ഇൽമ് ആദം നബി മുതൽക്ക് ഈസാ നബി വരെയുള്ള അംബിയാ മുർസലീങ്ങളുടെ ഇൽമ് എത്ര, അതിന്റെ തോതെത്രയാണ്? റഷ്ഫം മിനദ്ദിയമി. അത് കടലിൽ നിന്നുള്ള വലിയൊരു ഓഷ്യനിലെ ഒരു ഇറ്റ് അത് മാത്രമാണ്. മറ്റു അംബിയാ മുർസലീങ്ങൾ എല്ലാവരുടെയും അറിവ് ഒരു മഹാസമുദ്രത്തിലെ ഇറ്റ് മാത്രമാണ് എന്ന് ആരിഫായ ഔലിയാക്കന്മാരിൽ പ്രധാനിയായ ഇമാം ബൂസീരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഞാനിപ്പോ ഈ പറയുന്നത് മൗലിദിന് ഭാഷ അല്ല. ഏത് ഭാഷയിലും മുത്തനബിന്റെ മദ്ഹ് പറഞ്ഞാൽ, മുത്തനബിയെ പറ്റി മുത്തനബിന്റെ പ്രകീർത്തനം ഏത് ഭാഷയിൽ പറഞ്ഞാലും അതൊക്കെ മൗലിദാണ്. മങ്കൂസ് തന്നെ പറഞ്ഞോളുന്നില്ല, ഇതും മൗലിദാണ്. ഇതും വലിയ കൂലിയാ, പറയുന്നതിനും കൂലി, കേട്ടതിനും കൂലി. മൗലിദിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ മൗലിദ് എന്നെ ഉണ്ടായത് എന്ന് ആലോചിച്ചാൽ. മൗലിദ് എന്നാ ഉണ്ടായത്? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചേ മൗലിദ് എന്നാ ഉണ്ടായത്? മൗലിദ് കർമ്മം എന്ന് തുടങ്ങി. മൗലിദ് കർമ്മം ഒരു പുതിയ കർമ്മല്ല. മൗലിദ് കർമ്മത്തിന് കാലത്തോളം പഴക്കമുണ്ട്. മൗലിദ് കർമ്മത്തിന് കാലത്തോളം പഴക്കമുണ്ട്. കാലം എന്നാ തുടങ്ങിയത്? അല്ലാഹു തആല ആദ്യം പഠിച്ചത് എന്തിനാ? കാലത്തിനാണോ? അല്ലാഹു ആദ്യം പഠിച്ചത് എന്തിനാ? ഞങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഈ സംഭവമൊക്കെ ഉണ്ടായത്, അള്ളാഹു അല്ലാത്തതൊക്കെ ഉണ്ടായത് എങ്ങനെ? ആദ്യം അള്ളാഹു എന്തിനെ പഠിച്ചത്? കാലത്തിന്, സ്ഥലത്തിനെ പഠിച്ചത് അല്ല. സ്ഥലമൊക്കെ എത്രയോ കഴിഞ്ഞിട്ടാ വന്നത്. ആദ്യം പഠിക്കണമല്ലോ. നമ്മൾ പറഞ്ഞിട്ടില്ല മുസ്തഫായ നബി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മുസ്തഫായ നബി എന്ന് പറഞ്ഞിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? മുസ്തഫ എന്ന് പറഞ്ഞാൽ എന്താ? തെരഞ്ഞെടുക്കപ്പെട്ട ആള്. എന്താ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആള്? എവിടുന്നാ തെരഞ്ഞെടുത്ത്? ആരെ തെരഞ്ഞെടുത്ത്? മുസ്തഫന്റെ അർത്ഥം എന്താ? മുസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ, സെലക്ട് ചെയ്യപ്പെട്ട ആള്. എവിടുന്ന്, ആര് സെലക്ട് ചെയ്തു? എവിടുന്ന് സെലക്ട് ചെയ്തു? അല്ലാഹു തആല അല്ലാഹുവിന്റെ അറിവിൽ ഒരു പ്രപഞ്ചത്തെ പടക്കണമെന്നുണ്ട്.
പ്രപഞ്ചം എന്ന് പറഞ്ഞതില് അർശുണ്ട്, കുർസിയുണ്ട്, കലമുണ്ട്, ആകാശങ്ങളുണ്ട്, ഭൂമികളുണ്ട്, മലക്കുകളുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഏതിന് ആദ്യം പടക്കണം? അല്ലാഹു തആല തെരഞ്ഞെടുത്തു. ആ സൃഷ്ടികളെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു തആലാക്ക് ഒരു സൃഷ്ടിയോടാണ് ഏറ്റവും സ്നേഹവും മഹബത്തും, ഏറ്റവും ബഹുമാനമുള്ളത് ഒരു സൃഷ്ടിയോടാണ്. അത്ര ബഹുമാനമോ അത്ര സ്നേഹമോ അല്ലാഹു തആലാക്ക് ഒരു സൃഷ്ടിയോടും ഇല്ല. അതാരാ? അതാണ് നമ്മുടെ ഹബീബ്, നമ്മുടെ പ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ ആരാണ് ആലോചിച്ചു? നമ്മൾ ആരാണ്? അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകന്, അല്ലാഹു തആല ഏറ്റവും ആദരിക്കുന്ന ഒരു പ്രവാചകന്, ആ പ്രവാചകന്റെ സമുദായത്തിൽ പെടാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ അല്ലാഹു തആല അവന്റെ സൃഷ്ടികളിൽ മലക്കുകളും അർശും കുർസിയും ആകാശവും ഭൂമിയൊക്കെ ഉള്ള സൂര്യ നക്ഷത്ര ചന്ദ്രാദികളിൽ നിന്ന്, ഗാലക്സികളിൽ നിന്ന്, ഇങ്ങനെ അല്ലാഹു തആലക്ക് ധാരാളം പ്രപഞ്ചത്തിൽ ധാരാളം പാർട്ടുകളുണ്ട്. അവയിൽ നിന്ന് അല്ലാഹു തആല ഒരു വ്യക്തിനെ, ഒരു സൃഷ്ടി അങ്ങ് തെരഞ്ഞെടുത്തു. അതാ മുസ്തഫ. മുസ്തഫ തെരഞ്ഞെടുക്കപ്പെട്ട, സെലക്ട് ചെയ്യപ്പെട്ട ആള്. അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് ആരെയാണ്? നമ്മുടെ നബി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചോൽപത്തി അങ്ങനെയാ തുടങ്ങുന്നത്. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ചുകൊണ്ട, മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രപഞ്ച സൃഷ്ടിപ്പിനെ അല്ലാഹു തആല ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ പഠിച്ചത് റസൂലുള്ളാഹിനെ? റസൂലുള്ളാഹിനെ എങ്ങനെയാ അല്ലാഹു തആല പഠിച്ചത്? എന്തുകൊണ്ടാ പഠിച്ചത്? മണ്ണുകൊണ്ടാണ്. അത് മണ്ണ് വേണ്ടേ? മണ്ണിനെ അല്ലാഹു പഠിച്ചിട്ടില്ല. പിന്നെന്തുകൊണ്ടാ പഠിച്ചത്? റസൂലുള്ളാഹിനെ എന്തോ കാറ്റുകൊണ്ടോ? അത് കാറ്റുമില്ല. വെള്ളം കൊണ്ടോ? വെള്ളമില്ല. വെള്ളത്തിന് ഇന്നും അല്ലാഹു പഠിച്ചിട്ടില്ല. അല്ലാഹു അല്ലാതെ ആരുമില്ല. അങ്ങനെ സമയമുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഹദീസ് പറഞ്ഞതാ, കാനല്ലാഹ് വലം യകും മഅഹു ഷൈ. അല്ലാഹു മാത്രമുണ്ട്, വേറെ ഒന്നും അല്ലാഹുവിന്റെ കൂടെ ഇല്ല. അല്ലാഹു ആർക്കും ഉണ്മ കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാഹു കൊടുത്തിട്ട് വേണം ഉണ്ടാവുക എന്നുള്ള സംഗതി അള്ളാഹിന്റെ മാത്രം ഒരു വിശേഷണ. അത് അല്ലാഹു കൊടുക്കണം. അപ്പൊ ആർക്ക് ആദ്യം കൊടുത്ത്? അല്ലാഹു തആല ദിവ്യ പ്രകാശ പ്രാദുർഭാവം അവിടെ സംഭവിച്ചു. അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ പ്രകാശമില്ലാതെ വേറൊന്നുമില്ല, വേറൊന്നുമില്ല. അപ്പൊ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് അല്ലാഹു തആല പഠിച്ചു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് പഠിച്ചു. അള്ളാഹിന്റെ പ്രകാശത്തിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് റസൂലുള്ളാഹിനെ പഠിച്ചു എന്നാണ് പറയുന്നത്. അതിനെ ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രാദുർഭാവ പ്രകാശം, പ്രാദുർഭാവ പ്രകാശത്തിൽ നിന്ന് അല്ലാഹു തആല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹിയെ പഠിച്ചു. എങ്ങനെ പഠിച്ചു? റസൂലുള്ളാഹിന്റെ പ്രകാശം പഠിച്ചു എന്നല്ല പറയേണ്ടത്. ആദ്യം പഠിച്ചത് റസൂലുള്ളാഹിന്റെ പ്രകാശമല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്പൂർണ്ണ മനുഷ്യരൂപമായി അല്ലാഹു തആല പഠിച്ചു. ആദ്യം പഠിച്ചത് മനുഷ്യനെ. ഏത് മനുഷ്യനെ? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ റൂഹിനെ അല്ലാഹു തആല പഠിച്ചു. ഞാൻ എന്തിനാണ് പറയുന്നത്? മൗലിദ് എന്നാ തുടങ്ങിയത്? മൗലിദ് കർമ്മം എന്നാ തുടങ്ങിയത്? ഷാഫിയാജി എന്തിനത്ര ഇടങ്ങേറാണ്? രാവിലെ മുതൽക്ക് തന്നെ മൗലിദ് തുടങ്ങി രാത്രി വരെയുള്ള സുദീർഘ മൗലിദ് സദസ്സൊക്കെ എന്തിനാ സംഘടിപ്പിക്കണേ? അത്രയൊക്കെ ഇതിന് പ്രാധാന്യം ഉണ്ടോ? അതിന് മറുപടി ഞാൻ പറയുന്നത്, മൗലിദ് തുടങ്ങിയത് പ്രപഞ്ചം എന്നാ സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത്. ആരാ മൗലിദ് ഓതിയത്? അല്ലാഹു തആല. ആദ്യത്തെ മൗലിദ് ആരാ ഓതിയത്? അല്ലാഹു തആല. കമ്പനി തന്നെ. അല്ലാഹു ആണല്ലോ സൃഷ്ടിച്ചത് റസൂലുള്ളാഹിനെ. റസൂലുള്ളാഹിന്റെ റൂഹിനെ, ആത്മാവിനെ അല്ലാഹു പഠിച്ചു. ആത്മാവിനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെ പോലെ അല്ല റസൂലുള്ളാഹിന്റെ ആത്മാവ്. ഹിബീങ്ങളെ, നമ്മുടെ ആത്മാവിനെ പോലെ അല്ല റസൂലുള്ളാഹിന്റെ ആത്മാവ്. റസൂലുള്ളാഹിന്റെ ആത്മാവിന് ആത്മാവ് പേരേ നമ്മൾ പറയുന്നുള്ളൂ.
സമ്പൂർണ്ണ മനുഷ്യനായി മദീനയിൽ ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ രൂപവും ഭാവവും, അതേ രൂപമുണ്ട്. പവർ അങ്ങനെയല്ല, പവർ വല്ലാത്ത പ്രകാശമുള്ള പവറിലാണ് അല്ലാഹു തആല റസൂലുള്ളാഹിനെ ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പഠിച്ചു വെച്ചു. പ്രപഞ്ചത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അല്ലാഹു പഠിച്ചു വെച്ചു. അത് സ്ഥലമല്ല, സ്ഥലത്തിന്റെ ആവശ്യമില്ലാത്ത സാധനമുണ്ട് കേട്ടോ. ഫിലോസഫി തന്നെ പറയുന്നുണ്ട്, ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, സ്ഥലത്തിന്റെ ആവശ്യമില്ലാത്ത വസ്തുക്കളുണ്ട്, സ്ഥലമില്ലാതെ നിൽക്കുന്ന വസ്തുക്കൾ. അപ്പൊ സ്ഥലമില്ലാതെയാണ് അല്ലാഹു തആല, സ്ഥലത്തിന്റെ ആവശ്യമേ ഇല്ലാതെയാണ് അല്ലാഹു തആല റസൂലുള്ളാഹിനെ പഠിച്ചത്. അല്ലാഹുക്ക് സ്ഥലമൊന്നും വേണ്ടല്ലോ, അല്ലാഹുക്ക് നിൽക്കാൻ. അല്ലാഹുക്ക് സ്ഥലമാണ്. അല്ലാഹു തആലക്ക് സ്ഥലമില്ലാതെ ഒരാളെ പഠിക്കാനും പോയി. സമയമില്ലാതെ പഠിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാല്, സമയം എന്ന് പറഞ്ഞാൽ എന്താ, അതിപ്പോ പറഞ്ഞാൽ ഇവിടെ ശരിയാവില്ല. അപ്പൊ പിന്നെ നമുക്ക് ആവശ്യത്തിന് പോയാൽ ശരിയാവില്ല. സമയം എന്ന് പറഞ്ഞാൽ ഇവന്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞാല് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് സമയമാവുന്ന ഇവന്റ് തുടങ്ങുന്നത്. റസൂലുള്ളാഹിനെ പടക്കലോടെ അതിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ അങ്ങനെ അന്നൊന്നുമില്ല, അത് കുറെ കഴിഞ്ഞിട്ട് ആകാശഭൂമിയൊക്കെ ഉണ്ടായിട്ടാണ് റൊട്ടേഷൻ വരുന്നത്. അപ്പൊ അത് സമയമില്ല. അപ്പൊ സമയത്തിന്റെയും മുമ്പ്, കാലത്തിന്റെയും മുമ്പ് മൗലിദ് കർമ്മം തുടങ്ങിയിട്ടുണ്ട് അല്ലാഹു തആല. റസൂലുള്ളാഹിയുടെ റൂഹിനെ പടച്ചു. ആ റൂഹിനെ പടച്ചിട്ട് ആ റൂഹ് എങ്ങനെ, ആ റൂഹ് അല്ലാഹുവിൽ നിന്ന് ഡയറക്റ്റായി പടക്കപ്പെട്ട സൃഷ്ടിയായതുകൊണ്ട് ആ റൂഹിന്റെ പ്രകാശം താങ്ങാൻ കഴിയുന്ന ഒരു വസ്തു അല്ലാഹു തആല പഠിച്ചിട്ടില്ല. അല്ലാഹുവിന് മാത്രമേ റസൂലുള്ളാഹി ആവുന്ന ആ ആത്മാവിന്റെ പ്രകാശത്തെ താങ്ങാനുള്ള കഴിവുള്ളൂ. ഇത്രയും വലിയ പ്രകാശം ഡയറക്റ്റ് അല്ലാഹുവിൽ നിന്ന് പഠിച്ചത്. പിന്നെ ആ പ്രകാശം, വലിയ പവറുള്ള പ്രകാശം, അത് സൂര്യനോ ചന്ദ്രനോ ഗാലക്സികൾക്കോ അർശിന് പോലും മലക്കുകൾക്ക് പോലും താങ്ങാൻ കഴിയാത്ത പ്രകാശത്തോട് കൂടെയാണ് ഡയറക്റ്റായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സ്റ്റാർട്ട് ചെയ്ത പഠിച്ചു വെച്ച പടപ്പായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിന് ഉണ്ടായിരുന്നത്. ആ റൂഹിന് പഠിച്ചത് ഈ മദീനയുടെ റസൂലുള്ളാഹിന്റെ കോലത്തിലാണ് പഠിച്ചത്. എന്നിട്ട് അല്ലാഹു തആല മൗലിദ് സ്റ്റാർട്ട് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളി മാത്രം, വേറെ മലക്കുകളൊന്നുമില്ല. ആ ജിബ്രീൽ ആരുമില്ല, ഡയറക്റ്റ് വഹി. അല്ലാഹു തആല ഡയറക്റ്റ് വഹി കൊടുക്കുക. ആർക്ക്? റസൂലുള്ളാഹി ഡയറക്റ്റ് സംസാരിക്കുക. പഠിച്ചിട്ടാണ് പിന്നെ മൗലിദ് സ്റ്റാർട്ട് ചെയ്തു. സ്ഥലത്തിനെ പോലും പടക്കുന്നതിന് മുമ്പ് മൗലിദ് സ്റ്റാർട്ട് ചെയ്തു. ആരെ മൗലിദ്? ആദ്യം അല്ലാഹു തആല അല്ലാഹുവിന്റെ മൗലിദ് തന്നെ പറഞ്ഞു, അല്ലാഹുവിന്റെ മദ്ഹ് ആദ്യം പറഞ്ഞു. ഇങ്ങനെയുള്ള വേണ്ടത് മൗലിദുകളിലൊക്കെ അങ്ങനെയല്ലേ. നമ്മളെ മൗലിദുൽ ഹുസ്നൈൻ ഇതാണ് ഇപ്പൊ ഇന്ന് ചെല്ലിയ മൗലിദ്. ഇതിന്റെ തുടക്കത്തിൽ അല്ലാഹുവിന്റെ പ്രകീർത്തനം ആദ്യം പറയണത് അൽഹംദുലില്ലാഹില്ലദി സ്വമദില്ലദി കാൻ വലം യകുൻ മഅഹു ശൈഉൻ ലാ സമാനു വലാ വർഷു വലാ മകാൻ. അങ്ങനെ പറയണത്. നിരാശ്രയനായ അല്ലാഹു, അവനാണ് സർവസ്തുതിയും. അവന്റെ കൂടെ സമയമോ സ്ഥലമോ അർശോ കുർസിയോ ഒന്നുമില്ലാത്ത കാലമുണ്ടായിരുന്നു. പിന്നീട് അവൻ ഒരു സൃഷ്ടിയെ അങ്ങ് തിരഞ്ഞെടുത്ത് പടച്ചു എന്ന ഈ മൗലിദിന്റെ തുടക്കത്തിൽ പറയുന്നത്. അപ്പൊ അള്ളാഹിനെ പറ്റി ആദ്യം പറയണത് എല്ലാ മൗലിദിലും അങ്ങനെ തന്നെ. ആദ്യം അള്ളാഹിന്റെ മദ്ഹ പറയാം. അപ്പൊ അല്ലാഹു തആല ആദ്യം പഠിച്ച് റസൂലുള്ളാഹിനെ പഠിച്ചിട്ട് അല്ലാഹു പറഞ്ഞു അനൽ മലിക്. അനാണ് അല്ലാഹു തആല ആദ്യം പറഞ്ഞത്. ആദ്യത്തെ അക്ഷരം അലിഫാവാൻ കാരണത ആദ്യം സൃഷ്ടിയെ കേൾപ്പിക്കപ്പെട്ട അക്ഷരം അത് അലിഫാണ്. അനൽ മലിക്കു അന്തൽ മലക്കു, ഞാനാണ് സാക്ഷാൽ രാജാവ്. അല്ലാഹു പറയാ റസൂലുള്ളാഹിനോട്, ഞാനാരാ? ഞാൻ രാജാവാണ്. ഏത് രാജാവ്? അൽ മലിക്, സാക്ഷാൽ രാജാവ്. വേറെ ആര് രാജാവുണ്ടോ ആ രാജാവൊക്കെ എന്റെ കീഴില, ഞാൻ കൊടുക്കുന്ന കഴിവേ ഉള്ളൂ. നിങ്ങളോ? അനൽ മലിക്കു എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ഉണ്ട്. റസൂലുള്ളാഹിന്റെ വധുവുണ്ട്, അള്ളാഹിന്റെ വധുവുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോണില്ല. അന്തൽ മലക്, നിങ്ങള്, ഞാനൊരു രാജാവാകുമ്പോ ഞാൻ രാജാവിന്റെ ഒരു സ്വഭാവം ഉണ്ട്. എന്താ രാജാവിന്റെ സ്വഭാവം? രാജാവ് സമ്പൂർണ്ണനായിരിക്കും.
രാജാവ് സമ്പൂർണ്ണനായിരിക്കും. 1, 2 രാജാവ് റോഡ് പണി എടുക്കൂല, രാജാവ് ഒരു പണി എടുക്കൂല, രാജാവ് നിയന്ത്രിക്കുക ചെയ്യുള്ളൂ, മേൽനോട്ടം. അപ്പൊ പണിയെടുക്കാൻ ഒരാൾ വേണമല്ലോ. ആരെ പണിയെടുക്കുക? അന്തൽ മലക്ക്, നിങ്ങളാണ് സാക്ഷാൽ മലക്ക്. കണ്ടോ, ജിബീൽ ഇസ്ലാമിനോടല്ല പറഞ്ഞ മലക്ക്. മലക്ക് എന്ന വാക്കിന്റെ ഭാഷാർത്ഥം ദൂതൻ, ദൗത്യമേൽപ്പിക്കപ്പെട്ട വ്യക്തി എന്നാണ്, കർത്തവ്യം ഏൽപ്പിക്കപ്പെട്ട വ്യക്തി എന്നാണ് മലക്ക് എന്ന വാക്കിന്റെ അറബി വാക്കിന്റെ ഭാഷ. അപ്പൊ നിങ്ങളാണ് ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ആ വ്യക്തി. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഞാൻ പ്രപഞ്ചത്തെ പടക്കുന്നു. നിങ്ങളിൽ നിന്ന് ഞാൻ പ്രപഞ്ചത്തെ പടക്കുകയാണ്. വെള്ളത്തെയും അർശിനെയും കുർസിയിനെയും മലക്കുകളെയും ആകാശങ്ങളെയും ഭൂമികളെയും സൂര്യനെയും നക്ഷത്ര ചന്ദ്രാദികളെയും എല്ലാം നിങ്ങളിൽ നിന്ന് ഞാൻ പടക്കാൻ പോവുകയാണ്. പക്ഷേ എല്ലാവരെയും അള്ളാഹു വന്ന് പറഞ്ഞതാണ് ഖുർആനിൽ. പിന്നെ അത് വന്നു, നിങ്ങളിൽ നിന്ന് ഞാൻ ലോകത്തെ പടക്കുന്നു. ആ പ്രപഞ്ചത്തിന് മൊത്തം നൽകേണ്ട റഹ്മത്തുകൾ, കാര്യങ്ങളെല്ലാം ദൈവമാകുന്ന ഞാൻ, സൃഷ്ടാവായ ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നു. നിങ്ങൾ പ്രപഞ്ചത്തിന് മൊത്തം വേണ്ടതെല്ലാം വിതരണം ചെയ്യണം. അതാ എപ്പോഴോ ഒരു കിളവിയുടെ വിറക് കെട്ടി തലയ്ക്ക് പിടിച്ചു കൊടുത്തതല്ല റസൂലുള്ളാഹിന്റെ റഹ്മത്ത് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് ആകാശങ്ങൾക്കുണ്ട്, ഭൂമികൾക്കുണ്ട്, പറവകൾക്കുണ്ട്, കടലുകൾക്കുണ്ട്, മലക്കുകൾക്കുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ മലക്കുകൾക്കും റസൂലുള്ളാഹിന്റെ റഹ്മത്തുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയത് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത അറിവാ. അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ, അള്ളാഹുവിനെ അറിയണ്ടേ. അതിലും രസമുള്ള വേറൊരു സംഗതി ഇല്ല ലോകത്ത്. അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞതിനേക്കാളും സുഖമുള്ള രസമുള്ള ഒരു സാധനമല്ല. ആ അറിവ് ജിബ്രീൽ അലൈഹിസ്സലാമിന് അന്ന് എന്ന് ആദ്യം പഠിച്ചല്ലോ റസൂലുള്ളാഹി. അന്ന് റസൂലുള്ളാഹി മലക്കുകൾക്ക് ദർശനത്തി കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾക്ക് റസൂലുള്ളാഹി അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തു, അംബിയ മുർസലീങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറയുന്നതിൽ വലിയ അനുഗ്രഹം തിരിച്ചറിവ്, വിവേകം. ആ വിവേകം മുതൽക്ക് നമുക്ക് വേണ്ട, മനുഷ്യർക്ക് എന്ന് വെക്കേണ്ട അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എല്ലാവർക്കും വേണ്ട സർവ്വതും എല്ലാം അല്ലാഹു തആല ഡയറക്റ്റായി നൽകുന്നത് അവന്റെ ഏക സൃഷ്ടിയായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. അതാണ് ലോകത്തെ എല്ലാവർക്കും ആവശ്യമായത് നബിയെ നൽകാനായി അങ്ങയെ നിങ്ങളെ ഞാൻ നിയോഗിക്കുന്നു എന്ന് അല്ലാഹു തആല അന്ന് പറഞ്ഞു. അത് ആരിഫീങ്ങൾ. പ്രിയമുള്ളവരെ, മുഹബ്ബീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പടക്കപ്പെട്ട് വേറെ ആരും ഇല്ലാത്തൊരു സമയം, അന്ന് മുതൽക്ക് തന്നെ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പറഞ്ഞു തുടങ്ങി. അതാണ് ഖുർആനിൽ പറഞ്ഞത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നമ്മൾ മൗലിദൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ചൊല്ലുന്ന ഒരു ആയത്താണ്. അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. എന്താ പയ്യിൽ പറഞ്ഞത്? ഇന്നല്ലാഹ, നിസ്സന്ദേഹം അല്ലാഹു തആല. ഒരു ശക്തമായ ഭാഷയാണ് അല്ലാഹു ഉപയോഗിക്കുന്നത്. ഇത് അങ്ങനെ വലിയ ശക്തിയുള്ള ഭാഷ ഉപയോഗിക്കുന്നത്. നിസ്സംശയം അല്ലാഹു തആല വമലായികതുഹു, അവന്റെ മുഴുവൻ മലക്കുകൾ യുസല്ലൂന അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, പ്രകീർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ മദ്ഹ് അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അർത്ഥം എവിടെ കിട്ടിയത്? അത് ഇമാം ബുഖാരി പറയുന്നു.
ഈ ആയത്തിന് ബുഖാരി കൊടുത്ത തഫ്സീർ വ്യാഖ്യാനം ഖാല അബുൽ ആലിയ സ്വലാത്തുല്ലാഹി അല്ലാഹു തആല സ്വലാത്ത് അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വലാത്ത് നിർവഹിക്കാൻ പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയാനാ അത് ചൊല്ലാൻ പറ്റൂല അല്ലാഹ് എന്തുകൊണ്ട് പ്രാർത്ഥന പഠിച്ചോനെ സ്വലാത്ത് ചൊല്ലണേ ചെയ്യണേ അത് പ്രാർത്ഥിക്കുക അല്ലാഹ് ഏത് അല്ലാഹുവിനോട് അല്ലാഹ് പ്രാർത്ഥിക്കണം അല്ലാഹ്ക്ക് ഇനി വേറൊരു അല്ലാഹ് ഉണ്ടോ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് തന്നെയാണ് നമ്മൾ നല്ല സ്വലാത്ത് തന്നെയാണ് അല്ലാഹു ഇതിന്റെ അർത്ഥം അതൊരു പ്രാർത്ഥന അല്ലാഹു തആല സ്വലാത്ത് ചെയ്യട്ടെ അല്ലാഹു തആല സലാം ചെയ്യട്ടെ അല്ലാഹു തആല അല്ലാഹ് ആരോടെ ടേട്ടെ എന്നറിയുന്നു അല്ലാഹുവിന് ഇനി പ്രാർത്ഥിക്കാനൊരു ദൈവം വേറെ ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ അല്ലാഹു നിർവഹിക്കുന്ന സ്വലാത്ത് അതേ അല്ല പിന്നെ അതാ ഇമാം ബുഖാരി പറഞ്ഞത് ആ സംശയങ്ങൾക്ക് വരും എത്തിയിട്ടാണ് ഇമാം ബുഖാരി പറഞ്ഞത് സ്വലാത്തുള്ള മുസ്ലിം ലോകമേ അല്ലാഹു നിർവഹിക്കുന്ന സ്വലാത്ത് സനാഉഹു അലൈഹി റസൂലുള്ളാഹിയുടെ മദഹി പ്രകീർത്തനമാണ് മൗലിദാണ് റസൂലുള്ളാഹിയുടെ പ്രകീർത്തനം റസൂലുള്ളാഹിനെ മദഹി ചെയ്യുക പ്രകീർത്തിക്ക പുകഴ്ത്തി പറയാ ആരോടാ പുകഴ്ത്തി പറയുന്നത് റസൂലുള്ളാഹിനോട് തന്നെ പുകഴ്ത്തി പറഞ്ഞു ബാക്കിയുള്ള സൃഷ്ടികളെ പറക്കണീന്റെ മുമ്പ് പിന്നെയോ എത്രയോ സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനൊരു തുണ്ട് മാത്രം പറഞ്ഞത് സമയമില്ലാത്തതുകൊണ്ട് അത് റസൂലായിട്ട് പല പഞ്ചാര വാക്കുകളും മറ്റുള്ള സൃഷ്ടികളെ പറക്കപ്പെടുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ട് പല രഹസ്യങ്ങളും നടന്നിട്ടുണ്ട് അത് പോട്ടെ മലക്കാളെ പഠിച്ച ശേഷം ഇമാം ബുഖാരി പറയാണ് ഇന്ത മലായികതിഹി മലക്കാളെ പഠിച്ച ശേഷം അല്ലാഹു തആല മലക്കുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും അല്ലാഹു തആല മലക്കുകളോട് മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് എത്ര ഉണ്ടാവും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞാൽ തീരൂല എന്റെ ബുദ്ധി പറഞ്ഞു فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه റസൂലുള്ളാഹിന്റെ മഹത്വങ്ങള് മഹിമകള് പറഞ്ഞാല് നാവ് കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിക്ക് സംസാരിച്ച് തീർക്കാൻ കഴിയൂല ഖൽബ് കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിക്ക് കുറച്ചും കൂടെ കൂടുതൽ പറയാൻ കഴിയും പക്ഷെ തീർക്കാൻ കഴിയൂല ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉൾപ്പെടെ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള അംബിയാ മുർസലീങ്ങൾക്കാർക്കും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പരിപൂർണതയുടെ അറിവ് ആ റസൂലുള്ളാഹിയുടെ മഹിമകളെ കുറിച്ചുള്ള അറിവ് പൂർണ്ണമായിട്ടില്ല ആർക്കും പൂർണ്ണമായിട്ടില്ല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിവ് പൂർണ്ണമായിട്ടില്ല ആർക്കും പൂർണ്ണമായിട്ടില്ല എത്ര പറയാനുണ്ട് അല്ലാഹു തആല തന്നെ പറയുമ്പോൾ പുതിയ പുതിയ മദ്ഹുകൾ റസൂലുള്ളാഹിനെ പറ്റി പറയുന്നു അത് തീരുകയില്ല ഞാനതൊരു ബടായിട്ട് പറയുന്നില്ല എന്തായാലും പറയും റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞാൽ തീരുകയില്ല എന്നു കുറച്ച് പറഞ്ഞാൽ തീരുവ് നോക്കലാണ് ഞാൻ 30 ദിവസം നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ ഇരുന്ന് തന്നാൽ റബീഉൽ അവ്വൽ 30 ദിവസം രാത്രിയും പകലും നിങ്ങൾക്ക് ഉറക്കം വരുന്നത് വരെ ഞാൻ പറഞ്ഞിരുന്നാലും തീരുവില്ല എന്നാലും എൻ്റെ അറിവ് തീരുക ഞാൻ റസൂലുള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയിട്ട് തന്നെ തീരുക അത്ര അറിവുണ്ട് എൻ്റെ അറിവ് എവിടെ എത്തിയിട്ടില്ല പുലിയാക്കന്മാരെ അറിവോ ആരിഫീങ്ങൾ അറിവോ ആരിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ മാരിഫത്ത് എന്ന് പറഞ്ഞാൽ അതാണ് മാരിഫത്ത് എന്ന് പറഞ്ഞാൽ അതാ റസൂലുള്ളാഹിനെ പറ്റിയുള്ള അറിവ് അതാണ് അല്ലാഹു തആല റസൂലുള്ളാഹിനോട് അന്ന് പറഞ്ഞത് നബിയെ നിങ്ങൾക്ക് ഞാൻ എല്ലാം തന്നിട്ടുണ്ട് എല്ലാ സമ്പൂർണതകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി എന്നെ മനസ്സിലാക്കാൻ മൻ അലിമക അലിമനി നിങ്ങളെ ഒരാൾ അറിഞ്ഞു അവൻ എന്നെ അറിഞ്ഞു അവൻ ജഹിലക ജഹിലനി നബിയെ നിങ്ങളുടെ പരിപൂർണത പോലും അറിയാത്ത മനുഷ്യന് അവന് എന്നെ തന്നെ അറിയാൻ കഴിയാത്തവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ആയത്തിൽ ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അല്ലാഹു മലക്കുകളും യുസല്ലൂന അലൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ സംശയം വരെ അല്ലാഹു തആലക്ക് റസൂലുള്ളാഹിനെ മൗലിദ് ഓതി അത്രയൊക്കെ പ്രധാനമുണ്ടോ അതിന് അത്രയൊക്കെ പ്രാധാന്യം അതിനുണ്ടോ ആ സംശയങ്ങൾക്ക് വരാതിരിക്കാനാണ് അല്ലാഹ് പറഞ്ഞത് അല്ലാഹ് പറഞ്ഞത് നിസ്സംശയം മക്കളെ നിസ്സംശയം ആരും സംശയിക്കണ്ട അല്ലാഹു തആല അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ആരും സംശയിക്കണ്ട
അല്ലാഹു തആലക്ക് മദ്ഹ് പറയാൻ മാത്രം, അല്ലാഹു തആല പുകഴ്ത്താൻ മാത്രം, അല്ലാഹു തആല മൗലിദ് ഓതാൻ മാത്രം സമ്പൂർണ്ണതയുള്ള ആള് തന്നെയാണ് നമ്മുടെ നബി സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞതിന്റെ ചുരുക്കം, അല്ലാഹു തആല നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് മൗലിദ് കർമ്മം. അത് അപ്രധാനമായി തള്ളേണ്ടതല്ല. അത് ഏതോ പ്രാഞ്ചൻ സുന്നികളുടേതാണെന്ന് വിചാരിക്കുന്നവന് ദീന് മനസ്സിലാക്കാത്തവനാണ്, ദീനറിയാത്തവനാണ്. അത് അപ്രധാനമായി തള്ളേണ്ടതല്ല. മൗലിദ് കൊണ്ട് നേടാൻ കഴിയാത്ത ഒരു സംഗതി, മൗലിദ് കൊണ്ട് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട്. എങ്ങനെ മൗലിദ് ഓതണം, ഏത് മൗലിദ് ഓതണം എന്നൊക്കെ ഉണ്ട്. മൗലിദിനെ കുറിച്ച്, മൗലിദ് പാരായണത്തിനെ കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച പ്രയോഗം അത് സ്വലാത്താണ്. മുഅ്മിനീങ്ങളെ, അത് സ്വലാത്താണ്. യുസല്ലൂന അലൻ നബി, യുസല്ലൂന സ്വലാത്ത് ചെയ്യാനാണ്. അപ്പൊ മൗലിദ് എന്ന് പറയുന്നത് ഭാഷാർത്ഥത്തിലും മൗലിദിന് സ്വലാത്ത് എന്ന് പറയും, ഖുർആനിക വ്യാഖ്യാനത്തിലും മൗലിദിന് സ്വലാത്ത് എന്ന് പറയും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞാൽ എന്താണോ, ബുദ്ധിയുള്ളവരെ, ഞാൻ മലക്കുകളും നിർവഹിക്കുന്ന വളരെ സുപ്രധാനമായ വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്, കർമ്മമാണ്. റസൂലുള്ളാഹിനെ മദ്ഹ് പറയും എങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു, എന്നെയും അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ചവരെ സല്ലു അലൈഹി, നിങ്ങളും ആ നബിയുടെ മദ്ഹ് പറയണം. വസല്ലിമു തസ്ലീമ, നിങ്ങളും ആ നബിയുടെ സലാം ചൊല്ലണം, ആ നബിയോട് സലാം ചൊല്ലണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിർബന്ധമാണ് ആ സ്വലാത്ത് ചൊല്ലൽ. നമ്മൾ നിസ്കാരത്തിൽ ആ സ്വലാത്ത് സലാം ചൊല്ലണില്ലേ, ആ സലാം ചൊല്ലൽ നിർബന്ധം. നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ആ സ്വലാത്ത് നിസ്കാരത്തിൽ ചൊല്ലൽ നിർബന്ധം. സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞിടത്തൊക്കെ മദ്ഹ് ചൊല്ലിയാലും സ്വലാത്താവും, അല്ലാഹുമ്മ സ്വല്ലി എന്ന് ചൊല്ലിയാലും സ്വലാത്താവും. പക്ഷെ നിസ്കാരത്തിൽ അങ്ങനെയല്ല. നിസ്കാരത്തിൽ ഒരു പ്രത്യേക ദിക്റുണ്ട്, ആ ദിക്റ് അങ്ങനെ തന്നെ ചൊല്ലണം. ഏതെങ്കിലും ചൊല്ലിയാൽ പറഞ്ഞു. അതേതാണ്? അത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ. അത് സ്വഹാബത്ത് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു നബിയോട്, നബിയെ, ഞങ്ങളോട് ഇപ്പോൾ സ്വലാത്ത് നിർവഹിക്കാൻ പറഞ്ഞാണ്, അപ്പൊ എങ്ങനെ ഞങ്ങൾ നിർവഹിക്കേണ്ടി? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിസ്കാരത്തിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് സ്വഹാബത്ത് ചോദിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞു, നിസ്കാരത്തിൽ നിങ്ങൾ ഇങ്ങനെ നിർവഹിച്ചാൽ മതി. നിസ്കാരമല്ലാത്ത ടൈമിലോ എന്നിട്ട് സ്വഹാബത്ത് ഈ സ്വലാത്തൊന്നും ചൊല്ലിയില്ലേന്ന. മൗലിദ് പാരായണം എന്ന് പറയുന്ന സംഭവം ഇങ്ങനൊക്കെ പ്രാധാന്യമുള്ളതായിട്ട് സ്വഹാബത്ത് നിർവഹിച്ചില്ലേ? സുബ്ഹാന ജല്ലാലുഹു. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഈ റബീഉൽ അവ്വൽ രാത്രിയും പകലൊക്കെ ഫുള്ള് മൗലിദ്, ഷാഫിയാജിന്റെ 6 തുടങ്ങിയിട്ടുള്ളൂ മൗലിദ്, ഫുൾ ടൈം മൗലിദ് ഓതിയാൽ തന്നെയും സ്വഹാബത്തിന്റെ കാലത്ത് നടന്ന മൗലിദിന്റെ 1% സ്വഹാബത്തിന്റെ കാലത്തെ മൗലിദിലേക്ക് നമ്മൾ എത്തൂല, നമ്മൾ തോറ്റുപോകും. സ്വഹാബത്ത് മൗലിദിന് കാണിച്ച മൗലിദിൽ അവരുടെ വിശ്വാസം എന്താണെന്നറിയോ? ഞാനൊരു സംഭവം പറയാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നമുക്ക് വടായി പറഞ്ഞ സമയം കളയേണ്ട ആവശ്യമില്ല, ഉള്ളത് തന്നെ പറയാൻ സമയമില്ല. ഇതിന് പിന്നെ വടായിലേക്ക് പോകുന്നു. ഉറപ്പുള്ളതെന്ന് പറയാൻ സമയമല്ല, പിന്നല്ല ഉറപ്പില്ലാത്തതിലേക്ക് പോണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്ത്? കാനത്ത് ആയിഷത്തു തക്റഹു അൻ യുസബ്ബ ഇൻദഹാ ഹസ്സാൻ. ആയിഷത്ത് റളിയല്ലാഹു അൻഹാ അവരുടെ അടുത്ത് വെച്ച് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുന്നത്, അവരെ പറ്റി ചീത്ത പറയുന്നത്, ശകാരിക്കപ്പെടുന്നത് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ വെറുക്കുമായിരുന്നു. ബുഖാരിയുടെ ഹദീസാ. എന്താണ് പറയുന്നത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിയുടെ വലിയ മൗലിദ് രചിച്ച ആളാണ്. അത് 100 വരിയോ 300 വരിയോ എന്നല്ല. ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ മൗലിദിന്റെ വരികൾ വലിയ ഗഹനമായ മൗലിദ് രചിച്ച ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എൻ്റെ കയ്യിൽ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ മൗലിദിന്റെ ഏടുണ്ട്. അത് റസൂലുള്ളാഹിയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട മൗലിദുമാണ്. റസൂലുള്ളാഹി സപ്പോർട്ട് നൽകുകയും ചെയ്ത മൗലിദാണ്.
ആ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ ജീവിതത്തിൽ വലിയൊരു അബദ്ധം പറ്റി. എന്താണത്? കപട വിശ്വാസികൾ, ഞാനത് ആ അബദ്ധം വിശദീകരിക്കാൻ എനിക്ക് സമയമല്ല. കപട വിശ്വാസികൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു അപരാധം പറഞ്ഞു പരത്തി, ഇല്ലാത്ത അപരാധം, ഒരു കള്ളക്കഥ, മുനാഫിഖീങ്ങൾ. ഹസ്സാൻ ഇബ്നു സാബിത്തിന് തോന്നി, ഈ പറയുന്നത് ശരിയാണോ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വലിയ സ്ഥാനം കിട്ടിയ ആളാ. റസൂലുള്ളാഹിന്റെ മദ്ഹൊക്കെ രചിച്ചതുകൊണ്ട്, മൗലിദൊക്കെ രചിച്ചതുകൊണ്ട് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട ആളാ. റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരാൾ വ്യക്തിയിൽ നിന്ന് വലിയൊരു അബദ്ധം സംഭവിക്കുമ്പോൾ, അത് സാധാരണഗതിയിൽ ഒരു വ്യക്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ അബദ്ധം സംഭവിച്ചാൽ എന്താ സംഭവിക്കാന്നറിയോ? ആ വ്യക്തിന്റെ ഈമാൻ തന്നെ തകർന്നു, സൂൽ ഖാത്മയിൽ തത്വം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സന്തോഷത്തിലൊക്കെ പെട്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം. സന്തോഷത്തിൽ പെട്ടുപോയാൽ അല്ലാഹു തആല അവനെ കാഫിറായി, മരിക്കുന്ന സമയത്ത് കാഫിറായി മരിപ്പിക്കാൻ അവർ തീരുമാനമെടുക്കും. പേടിക്കണം. അപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്തിന് അങ്ങനത്തെ വലിയൊരു അബദ്ധത്തിനെയാണ് സംഭവിച്ചത്. ആരാണ്? ആയിഷ ബീവി, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ്. പക്ഷേ ഹസ്സാൻ ഇബ്നു സാബിത്ത് വലിയ ആളാണ്, സാധാരണക്കാരനല്ല, റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ അടുത്ത് നിന്ന് അബദ്ധം സംഭവിച്ചതിന് സൈഡ് എഫക്റ്റ് ഉണ്ടായി. തൗബ ചെയ്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായി. സൈഡ് എഫക്റ്റ് കൊണ്ടാണ് അല്ലാഹു തആല അതിന് ശിക്ഷ. സൈഡ് എഫക്റ്റ് എന്താ? സൈഡ് എഫക്റ്റ്, ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കണ്ണ് രണ്ടും നഷ്ടപ്പെട്ടു. എന്താ അങ്ങനെ സൈഡ് എഫക്റ്റ് കൊടുക്കാൻ കാരണം? അകക്കാഴ്ച, ബസീറത്ത്, അകക്കാഴ്ച ഉള്ള ഒരു വ്യക്തിക്ക് ആയിഷ ബീവിനെ പറ്റി അങ്ങനെ പറയുമ്പോ ഒറ്റടിക്ക് അത് വിശ്വസിക്കാൻ പാടുണ്ടോ? അത് കാഴ്ച കുറവല്ലേ, കാഴ്ച ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പൊ അല്ലാഹു തആല ഹസ്സാൻ ഇബ്നു സാബിത്തിന് ശിക്ഷയാക്കി കൊടുത്തു, സൈഡ് എഫക്റ്റ് കൊടുത്തു, കാഴ്ച നഷ്ടപ്പെടുത്തി. പക്ഷെ ദോഷം പുറത്തു, ദോഷം പുറത്താലും സൈഡ് എഫക്റ്റ് എന്ന് കഴിച്ചിലാവില്ല. അപ്പൊ ഈ ഒരു സംഭവം സ്വഹാബത്തിന്റെ അടുത്ത് പലപ്പോഴായി ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കണ്ടാൽ ഒരു പിറുപിറുക്ക സ്വഹാബത്തിനുണ്ടാവും. ഹസ്സാൻ സാബിത്തിന് വലിയ സ്ഥാനമാനമൊക്കെ കിട്ടുമ്പോൾ ഹസ്സാൻ അങ്ങനത്തെ ആണല്ലേ എന്നൊരു പരാമർശം സ്വഹാബത്തിന്റെ അടിയിൽ ഉണ്ടായി. ഖുർആൻ തന്നെ പറഞ്ഞ വിഷയമാണത്. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ വഷളാക്കിയ വിഷയമാണത്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തി എന്ന് പറഞ്ഞിട്ട് ഖുർആൻ തന്നെ ആ വിഷയത്തിൽ ആയത്തിറക്കിയിട്ടുണ്ട്, അധിക്ഷേപിച്ച് ആയത്തിറക്കിയിട്ടുണ്ട്. അപ്പോ ഈ വിഷയത്തെ പറ്റി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, സ്വഹാബത്തെ, നിങ്ങളൊന്നും ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കുറിച്ച് നിങ്ങൾ മോശമായി പറയുന്നത് എനിക്കിഷ്ടമല്ല. എന്താ കാരണം എന്നറിയോ? ഞാൻ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കുറിച്ച് നിങ്ങളാരും മോശമായി പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതിന് കാരണം ഒന്നാണ്, ഹസ്സാനല്ലേ ചൊല്ലിയത്, പറഞ്ഞത് ഒരു വരി, ഇത് ബുഖാരിയിലുള്ളതാണ്. ഈ മൗലിദിന്റെ വരി ഞാൻ ബുഖാരിയിലുള്ളതാണ് പറയുന്നത്. വിശ്വാസം ഇല്ലാത്തവർക്ക് ബുഖാരി വിശ്വാസം ഉണ്ടാവില്ല. ബുഖാരിയിലുള്ളതാ പറയുന്നത്. ആയിഷ ബീവി പറയാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹായ മൗലിദായി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയ വലിയ ഒരു കവിതയുടെ ഒരു തുണ്ടെടുത്തിട്ടാണ് ആയിഷ ബീവി പറയുന്നത്. അതിലൊരു വരി, ഈ വരി ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഇത് പറഞ്ഞ മനുഷ്യനെ ഒരിക്കലും കുറ്റം പറഞ്ഞുകൂടാ. അത് ആയിഷ ബീവിയുടെ നിലപാട്. റസൂലുള്ളാഹിനെ പറ്റി ഒരു വരി എഴുതിയ മനുഷ്യന്, ഒരു വരി പാടിയ മനുഷ്യന് ആ മനുഷ്യനെ പറ്റി കുറ്റം പറഞ്ഞുകൂടാ. സൈനുദ്ദീൻ മഖ്ദൂമാണ് മംബൂസ് മൗലിദ് എഴുതിയത് 500 വർഷം മുമ്പ്. സൈനുദ്ദീൻ മഖ്ദൂമിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൂടാ. കുറ്റം പറഞ്ഞവന്റെ ഈമാൻ നഷ്ടപ്പെടും. കുറ്റം പറയുന്നവരില്ലേ? ഖുർആനൊക്കെ ഉണ്ടായിട്ട് ഒരു മംബൂസ് ഇവിടെ കൊണ്ടുവന്ന എന്തിനാ? സൈനുദ്ദീൻ മഖ്ദൂം, പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയതാണ് മംബൂസ് മൗലിദ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയ്യിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. റസൂലുള്ളാഹിനെ ലോകത്തിന് പടക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ അല്ലാഹു തആല പടച്ചു. റസൂലുള്ളാഹിക്ക് അന്ന് തന്നെ മുഹമ്മദ് എന്ന പേര് നൽകുകയും ചെയ്തു. അല്ലാഹു അബ്ദുൽ മുത്തലിബ് അല്ല,
ആരാ പറഞ്ഞത്? സൈനുദ്ദീൻ മഖ്ദൂം മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ പറഞ്ഞതാ. ഈ പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല റസൂലുള്ളാഹിയെ പടച്ച് വലിയ പ്രകാശത്തോടെ റസൂലുള്ളാഹിനെ പടച്ച് ആ റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല അന്ന് തന്നെ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തിട്ടുമുണ്ട്. മങ്കൂസ് മൗലിദ് പറഞ്ഞതാ. മറ്റേ വഹാബി എന്താ പറയണമെന്ന് അറിയോ? അത് തെറ്റാണ്, കളവാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഖുർആനിൽ കാണിച്ചത് അങ്ങനെ സംഭവം ഉണ്ടോ? ആ സംഭവം ഞാൻ ഖുർആനിൽ കാണിച്ചു തരാം. ഖുർആനും പഠിക്കാത്തവൻ ഹദീസും പഠിക്കാത്തവൻ അവനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ് നമ്മളെ സമയം നമ്മൾ കളയണ്ട. ഞാൻ അതിൽ നിന്ന് തിരിച്ചു പോരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു 500 വർഷം മുമ്പ് സ്ഥാപിച്ച മൗലിദാണ്. ഈ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിച്ച മൗലിദാണ് മങ്കൂസ് മൗലിദ്. അൻത തതുലു ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വാശറഖു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ആ മൗലിദിന്റെ ഒന്നാമത്തെ വരിയിലാ പറയുന്നത്, പ്രപഞ്ചോൽപത്തി നടക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകാശത്തോടെ, വലിയ പ്രകാശത്തോടെ പടച്ച് ആ പ്രകാശത്തോടെ പടച്ച സൃഷ്ടിക്ക് അല്ലാഹു തആല അന്ന് തന്നെ പേര് നൽകി മുഹമ്മദ്. സുബ്ഹാനല്ലാഹ്. എന്താ മുഹമ്മദ് ആണ് പേരിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവരും പുകഴ്ത്തേണ്ട വ്യക്തി എന്നാണ്. മൗലിദ് ഓതപ്പെടേണ്ട വ്യക്തി എന്നാണ്. മുഹമ്മദ് സർവരാലും പ്രകീർത്തിക്കപ്പെടേണ്ട വ്യക്തി, മൗലിദ് ഓതേണ്ട വ്യക്തി. എന്താ മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് മുഹമ്മദിന്റെ അർത്ഥം എന്താണ്? മൗലിദ് ഓതുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ധാരാളം മദ്ഹ് ചെയ്യപ്പെടേണ്ടവനാണ്. ഇത് മങ്കൂസ് ഓതണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയും. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു കൊടുക്കുക. എൻ്റെ വീട്ടിലുള്ള ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്ക്, എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്ക്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നീ നിലകൊള്ളുന്ന ദൈനംദിനം നീ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള നിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക്, അവൻ ഏത് മതക്കാരനാണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്പാൽപ്പം പറഞ്ഞു കൊടുക്കുക. നീ പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് മദ്ഹായത് മൗലിദായി. സബീനെടുത്ത് കാണാൻ മുന്നിൽ വെക്കണമെന്നില്ല, മൗലിദും മദ്ഹുവാകാം. ആയിഷ ബീവി പറയാണ്, ഒരൊറ്റ വരി റസൂലുള്ളാഹിനെ പറ്റി പാടിയ ആള്, ആ ഒരൊറ്റ വരി മതി ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പിന്നെ കുറ്റം പറയാൻ പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മറ്റൊരു സംഭവം, മറ്റൊരു ഹദീസ്. ആയിഷ ബീവിന്റെ അടുത്ത് കുറെ സ്വഹാബികളുണ്ട്. അന്നേരം ഹസ്സാൻ ഇബ്നു സാബിത്ത് അങ്ങോട്ട് കയറി വരികയാണ്. കയറി വരുന്ന ഒരു സമ്മതം ചോദിക്കണമല്ലോ. അപ്പൊ ആയിഷ ബീവിയോട് സമ്മതം ചോദിച്ചു, ഉമ്മയെ അങ്ങോട്ട് വരട്ടെ. ആയിഷ ബീവി സ്വാഗതം ചെയ്തു. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അല്ല ഉമ്മ, നിങ്ങൾ എന്തിനാണ് ഹസ്സാനിന് ഇത്ര പ്രാധാന്യം കൊടുത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് വരുത്തേണ്ട ആവശ്യം? ഹസ്സാൻ പണ്ട് പറഞ്ഞതൊക്കെ മറന്നോ എന്ന്? ഹസ്സാനിന്റെ ഭാഗത്തു നിന്നുണ്ടായ നേരത്തെ സംഭവിച്ച അബദ്ധം ഓർമ്മിപ്പിച്ചു ആയിഷ ബീവിയെ. അപ്പോൾ ആയിഷ ബീവി മറുപടി കൊടുത്ത ഒരു വാക്കുണ്ട്, അത് നമുക്ക് പാടാം. എന്താണ്? ആയിഷ ബീവി പറയാണ്, ഹസ്സാനിന്റെ അടുത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഫഇന്ന അബീ വവാലിദഹു വഇർദി ലിഇർദി മുഹമ്മദിൻ മിൻകും ബിഖാഉ. എൻ്റെ ഉപ്പയും എൻ്റെ ഉപ്പയുടെ ഉപ്പയും എൻ്റെ അഭിമാനവും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ റെഡിയാണ് എന്ന അർത്ഥം വരുന്ന വരിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത്. ആയിഷ ബീവി പറയുന്നത്, ഈ ഹാദൽ ബൈതു, ഈ വരി കേട്ടോ, ഈ കവിത എന്നല്ല, കവിതയുടെ ഒരു ശകലാണത്, ഒരൊറ്റ വരിയാണത്. വലിയൊരു കവിതയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ മൗലിദിലുണ്ട് ആ വരി, ആ കവിത. ഹാദൽ ബൈതു യഗ്ഫിറു ലഹു കുല്ല ദംബിൻ. ഹസ്സാൻ ഇബ്നു സാബിത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ വന്തോഷം സംഭവിച്ചത് എങ്കിൽ എല്ലാ ദോഷങ്ങളെയും പൊറപ്പിക്കാൻ ഈ ഒരൊറ്റ വരി മതി. കണ്ടോ? ഇങ്ങനെയാണ് ആയിഷ ബീവിയുടെ വിശ്വാസം. ആയിഷ ബീവി ആരാ നിങ്ങൾക്കറിയോ? കാലത്ത് ആയിഷത്തു അഫ്ഖഹ സ്വഹാബത്തി,
സ്വഹാബത്തിൽ ഏറ്റവും വലിയ പണ്ഡിതയായിരുന്നു. ഇന്ന് ആരാ ഏറ്റവും വലിയ പണ്ഡിതന്? കർമ്മശാസ്ത്രം അറിയുന്ന ആൾ ആരാ ഇന്ന് നമ്മുടെ നാട്ടിലാരാ? അത് പല മറുപടി പറയും. എന്നാ സ്വഹാബത്തിൽ വെച്ച് ഏറ്റവും വലിയ അറിവുള്ള ആള്, കർമ്മശാസ്ത്രവും വലിയ ഗവേഷണമൊക്കെ ഉള്ള ആളായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹിയായിട്ട് കൂടുതൽ റസൂലുള്ളാഹിയുടെ ഖൽബോട് അടുത്ത്, റസൂലുള്ളാഹി ബാഹ്യത്തിലും അല്ലെ മാനസികമായിട്ടും റസൂലുള്ളാഹിയോട് പൊരുത്തപ്പെട്ട ഒരാൾ ഒരു ദിവസം നിന്നാൽ പോലെ കൂടുതൽ ദിവസം ആ വ്യക്തിയുടെ ഖൽബിലേക്ക് ഇൽമ അങ്ങോട്ട് കയറിക്കൂടൂലേ? റസൂലുള്ളാഹി വിതരണം ചെയ്തത് ഇൽമല്ലേ? അപ്പൊ ആയിഷ ബീവി വലിയ ഗവേഷകയായിരുന്നു, പണ്ഡിതയുമായിരുന്നു. ആ ആയിഷ ബീവിയെ പറഞ്ഞത് എന്ത്? ഈ ഒരൊറ്റ വരി തന്നെ അഹ്സാനിന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ കാരണമാവും. അതെങ്ങനെ ആയിഷ ബീവി എങ്ങനെ മനസ്സിലാക്കി ഒരു വരിയോട് ദോഷങ്ങളൊക്കെ പൊറുക്കും? അത് റസൂലുള്ളാഹി പറഞ്ഞിടത്ത് മനസ്സിലായി. റസൂലുള്ളാഹി പലരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നിന്ന് ആയിഷ ബീവി അത് മനസ്സിലാക്കിയത്. ഒരിക്കൽ ഉബയ്യ് കഅബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു സംശയം ചോദിച്ചു. നബിയെ, ഞാൻ രാത്രി അർദ്ധരാത്രി എണീറ്റിട്ട് സുബഹിയുടെ മുമ്പ് എണീറ്റിട്ട് കുറേ ടൈം ദുആ ചെയ്തിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഞാൻ കുറേ ടൈം ദുആ ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്വലാത്തും ചെയ്തു. അപ്പൊ എത്ര ടൈമാണ് ഞാൻ സ്വലാത്ത് ചെല്ലേണ്ടത്? എന്ന ബാക്കിയുള്ള ടൈം എനിക്ക് ദുആക്ക് ഉപയോഗപ്പെടുത്താലോ എന്നാ ചോദിച്ചത്. ദുആക്ക് ഉത്തരം കിട്ടുന്ന ടൈം എല്ലാ ദിവസവും നമ്മളെ റസൂല് വന്നതിന് ശേഷമാണ് എല്ലാ ദിവസവും അതുണ്ടായത്. മുമ്പതില്ല ആ ഓഫർ. ദുആക്ക് ഉത്തരം കിട്ടുന്ന ടൈം നിങ്ങൾക്കൊക്കെ അറിയാം, രാത്രി പകുതിയായതിന്റെ ശേഷമാണ്. ആ രാത്രി പകുതിയായതിന്റെ ശേഷം സുബഹി വരെയുള്ള ടൈമിൽ ഏറ്റവും ഉത്തരം കിട്ടുന്ന മിനിറ്റ്സുകൾ ഏതാണ് അറിയോ? മണിക്കൂർ ഏതാ അറിയോ? അത് മനസ്സിലാക്കിയിട്ടില്ലേ? പിന്നെ നമ്മൾ ഒന്നായിട്ട് എന്താ ബന്ധം? പ്രശ്നം ഉണ്ടായാൽ ഉസ്താദെ ദ്വേർക്കണം എന്ത് നമുക്കെന്താ ദ്വേർക്കുന്നുണ്ട്? ഉസ്താദന്മാരോട് ദ്വേർക്കാൻ പറയണ്ട, തങ്ങന്മാരോട് ദ്വേർക്കാൻ പറയണ്ടെന്നല്ല. നമ്മളെ സുഹൃത്തുക്കളോട് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ ദ്വേർക്കാൻ പറഞ്ഞ സഹായം തേടാം, അത് വേറെ വിഷയമാണ്. നാം അള്ളാഹിനോടൊന്ന് പറഞ്ഞോ? നമ്മൾ ഡയറക്റ്റ് അള്ളാഹുവിനോട് പറയാൻ വേണ്ടിയാണ് അള്ളാഹു തആല നമുക്കൊരു പരീക്ഷണം വിഷമൊക്കെ തരുന്നത്. വേറെ ആളെ ഏൽപ്പിച്ചാലേ എങ്ങനെ? നമ്മളെ സൃഷ്ടാവായ അള്ളാഹു നമുക്ക് ശ്വാസവും വെള്ളവും നമുക്ക് ജോലിയിൽ ബർക്കത്തും ടൈമും ചിന്തയും ബുദ്ധിയും ഒക്കെ തന്നുകൊണ്ടേ ഇരിക്കുന്ന അള്ളാഹു. ആ അള്ളാഹു തആല നമുക്കൊരു വിഷമവും പരീക്ഷണം തരുമ്പോൾ ആ അള്ളാഹുവിനോട് പറയാൻ നമ്മൾ എന്തുകൊണ്ട് ടൈം കാണുന്നില്ല? നമ്മളെയൊക്കെ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം. നമ്മളാരും ചോദിക്കണം, എന്നിട്ട് വേറെ ആളെ ഏൽപ്പിക്കുന്നില്ല. അപ്പോഴതിന് ഫലം ഉണ്ടായില്ല. നമ്മളെങ്ങനെ ചോദിക്കുന്നു? അപ്പൊ അതിന് ദുആക്ക് ഉത്തരം കിട്ടുന്ന ടൈം, ഏറ്റവും ദുആക്ക് ഉത്തരം കിട്ടുന്ന ടൈം, അത് ഇപ്പോൾ ഒരു തമ്മാടി ചോദിച്ചാൽ വരെയും ദുആക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ടൈമുണ്ട്. എല്ലാ രാത്രിയും അത് കഴിഞ്ഞു പോകുന്നുണ്ട്. ആ ടൈം എപ്പോഴാണെന്ന് അറിയുന്നത്? അത് സുബഹിയുടെ അല്പം മുമ്പുള്ള ടൈമാണ്. ഒരു 5 മിനിറ്റ് ഉള്ള ടൈം. റസൂലുള്ളാഹി ജനിച്ച ടൈം അതാണ്. സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുമ്പുള്ള ആ ടൈം ഏറ്റവും ഉത്തരം കിട്ടുന്നു. പിന്നെ അത് മേലേക്ക് പോകും തോറും അതിന്റെ ഡോസ് കുറഞ്ഞു പോകും. ഏറ്റവും ഡോസുള്ള ടൈം ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുമ്പുള്ള ടൈം. ചിലവർ തഹജ്ജുദൊക്കെ നിസ്കരിക്കും, അതൊരുപാടുണ്ട്. നിസ്കരിക്കുന്നവരെ കേസ് പറയാം. തഹജ്ജുദൊക്കെ നിസ്കരിച്ച് 1/4 മണിക്കൂർ 20 മിനിറ്റ് ബാങ്ക് കൊടുക്കാനുണ്ട് നോക്കുമ്പോൾ. അപ്പോൾ എന്ന് കടന്നു. ഏറ്റവും ഉത്തരം കിട്ടുന്നത് ടൈം എപ്പോഴാണ്? അതിന് 20 മിനിറ്റിന്റെ ഇപ്പുറത്തേക്കുള്ള ടൈമാണ്. പിന്നെ കടന്ന് ചിലപ്പോൾ ഉതു മുറിഞ്ഞ്, അല്ലെങ്കിൽ ഉതു മുറിഞ്ഞില്ല എന്ന് അറിയൂല. അങ്ങനത്തെ ഒരു കടത്താണ്. അതല്ല വേണ്ടിയത്. സുബഹിയുടെ അല്പം മുമ്പുള്ള 5 മിനിറ്റ് ഉത്തരം കിട്ടുന്ന ടൈമാണെന്ന് മനസ്സിലാക്കിച്ചോളൂ. നമുക്ക് ഒരാളേക്ക് 50,000 രൂപ കടം വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ ആ കടം ചോദിക്കുന്നതിന് മുമ്പ് കുറേ കടം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് ആ കടം കിട്ടാൻ വേണ്ടി അയാൾ അറിയാതെ ചില സോപ്പൊക്കെ ഇടൂലേ? ഒക്കെ നമ്മളെ ബുദ്ധിയല്ലേ? അള്ളാഹുവിനോടും വേണം അങ്ങനെ സോപ്പിടുക, എന്നാലേ അള്ളാഹു തരും. അള്ളാഹിനോട് പറയാ, പഠിച്ചോനെ ഞാൻ എനിക്ക്
കുറേ തെറ്റ് ചെയ്ത് എനിക്ക് വെറുക്കപ്പെട്ട ഒരാളാണ്, മോശം തന്നെ ഞാൻ ചെയ്തത്. പക്ഷെ എനിക്ക് നല്ലോണം ഉറങ്ങാൻ പൂതിയുള്ള ടൈം, രസമുള്ള ടൈം. ഇപ്പം ഞാൻ എണീറ്റത്, ഉറപ്പൊക്കെ ഒഴിവാക്കി എണീറ്റത് ഇയ്യുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടാണ്. ഈ ഇല്ല എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാർ. നീ ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടാണ് ഞാൻ ഇപ്പം എഴുന്നേറ്റത്. ഞാൻ എന്നോട് കാര്യം പറഞ്ഞു, ഞാൻ മോശക്കാരൻ തന്നെയാണ്. അത് സമ്മതിക്കണം. അത് സമ്മതിച്ചു കൊടുക്കാൻ മടിയുണ്ട്, അങ്ങനെ പറ്റൂല കേട്ടോ. ഞാൻ മോശക്കാരനാ, സമ്മതിക്കണം. നമ്മളെപ്പറ്റി നമുക്ക് അറിവില്ല, നമ്മളെ മോശത്തരത്തിനെ പറ്റി അറിവില്ലാത്തതുകൊണ്ട് ഞാൻ നല്ലവനല്ലേ. ഒരു 10 കൊല്ലം മുമ്പ് കുറേശ്ശൊക്കെ നിസ്കരിക്കൽ തുടങ്ങിയിരുന്നു, അതേ ഓർമ്മയുള്ളൂ. അതിന്റെ മുമ്പ് മറന്നുപോയി. അപ്പൊ അള്ളാഹുവിനോട് പറയാം, പ്രായപൂർത്തിയായ മുതൽക്ക് സംഭവിച്ചതൊന്നും ഓർമ്മയിലെല്ലാം അതൊക്കെ മുന്നിലേക്ക് ഫയലായിട്ട്, കറക്റ്റ് ഫയല്, അത് വീഡിയോ ഫയലായിട്ട് ലൈവായിട്ട് നമ്മളെ മുമ്പിലേക്ക് എത്തുന്ന സമയമുണ്ട്. അങ്ങനെയുണ്ടോ? ആ ഉണ്ട്. എപ്പോഴാണ് അത് മരിക്കുന്നതിന് അല്പം മുമ്പ് ഇബ്ലീസുൽ ലഈന് അതൊക്കെ ലൈവായിട്ട് പകർത്തുന്നുണ്ട്. അത് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഉഷാറാണെന്നും കരുതല്ല. അള്ളാഹിനോട് പറയാം, അള്ളാഹോട് ആ ഭാഷ സംസാരിച്ചാൽ മതി. കുറച്ചോനെ ഞാൻ ഇപ്പം ഇജ്ജുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ്, ഇജ്ജ് റബ്ബാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റത്, ഉറക്കൊക്കെ ഒഴിവാക്കി എഴുന്നേറ്റത്. ഞാൻ മോശക്കാരനാണ്, ഞാൻ മോശക്കാരനാണ്. പക്ഷേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, നീയാണ് എനിക്കെല്ലാം തരുന്നത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് നിന്നോട് ഞാൻ എൻ്റെ ഒരു വിഷമം പറയട്ടെ. ഇങ്ങനൊരു വിഷമം, നിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ വിഷമം, എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വിഷമം. അത് തീർച്ചയായും കേൾക്കൂലേ അള്ളാഹു? ആര് ചോദിച്ചാലും കേൾക്കണം. അത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു ഹംദൊക്കെ വേണേ. നമ്മൾ വീട്ടിൽ കയറിയിട്ടുള്ള അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടല്ലേ 50 റുപ്യ തരുമെന്ന് ചോദിക്കുള്ളൂ. ഗേറ്റിന് മുട്ടുമ്പോൾ 50 റുപ്യ തരുവിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും എന്തൊക്കെ വർത്താനം ചോദിക്കണ്ടേ? അത് വേണമല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ് വേണം. അൽഹംദുലില്ലാഹി നമ്മൾ നിസ്കാരത്തിലൊക്കെ ചൊല്ലണല്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം എന്ന് പറയണല്ലേ. അപ്പോൾ ഹംദ്. ഒരു സ്വലാത്തും പള്ളിയിൽ നിന്നൊക്കെ സ്വലാത്ത് കേൾക്കില്ലേ, നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിലൊക്കെ സ്വലാത്ത് കേൾക്കില്ല. ഏതെങ്കിലും ഒരു സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനിപ്പോൾ ചോദിക്കാം. മുഖപുര കഴിയുന്നു, എനിക്ക് ചോദിക്കാത്തതാണോട്. അപ്പോൾ അള്ളാഹുനോട് അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ഉത്തരം തരും. ഒരു ദിവസം പറഞ്ഞു നോക്കി, ഇടങ്ങാറായി എണീറ്റ് അലാറൊക്കെ വെച്ച് എണീറ്റ് ഒരു ദിവസം പറഞ്ഞു നോക്കി, അതിന് ഉത്തരമൊന്നും കണ്ടില്ല. അതൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെ അത് കിട്ടുന്നൊക്കെ പറയും. നമ്മൾ മെനക്കെട്ടാണ് കാണണ്ട. അങ്ങനെ വിചാരിക്കരുത്. ഇത് ആരാ? അള്ളാഹുവിൻ്റെ ആരാജ്. ഒരട്ടം പറയുമ്പോത്തിനുണ്ട് അള്ളാഹു താല. ചിലപ്പോൾ ഒരട്ടം പറഞ്ഞാൽ മതിയാവും. കുറച്ചായിപ്പൊന്ന് കൂടി. എൻ്റെ പ്രശ്നം എനിക്ക് തന്നെ, നമ്മുടെ പ്രശ്നം നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും. സുബയുടെ മുമ്പ് എണീക്കണമെന്ന് മാത്രം. ആ സമയത്തിന് അള്ളാഹു താല പ്രത്യേക കൂറ അള്ളാഹുവിന്. എന്നിട്ട് ആ സമയത്തിനോട് അള്ളാഹു താല പ്രത്യേക കൂറുണ്ടാകാൻ കാരണം അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ട സമയമായതുകൊണ്ട് ആ സമയത്തിന് അള്ളാഹു താല ബഹുമാനിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വിശ്വസിച്ചത് ഒരൊറ്റ വരി കൊണ്ട് തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു. അത് ആയിഷ ബീബി മനസ്സിലാക്കിയത് റസൂലുള്ളാഹിയിൽ നിന്നാണ്. ഉബയ്യ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിയോട് വന്ന് പറഞ്ഞു, ഞാൻ തഹജ്ജുദിന് എണീറ്റിട്ട് ഇങ്ങനെ കുറേ സമയം ദുആ ചെയ്തിരിക്കും, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. പിന്നെ സ്വലാത്തും ചൊല്ലി. എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഞാൻ പകുതി സ്വലാത്താക്കി, 3-2 സ്വലാത്താക്കി, എത്രയെന്ന് ചോദിച്ചു. അപ്പോഴൊക്കെ ഓരോ ചോദ്യം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കൂട്ടിയാൽ എനിക്ക് നന്ന്. അപ്പോൾ ഉബയ്യ് ബുദ്ധിയുള്ള ആളല്ലേ. ഉബയ്യ് റളിയല്ലാഹു അൻഹു ഖുർആൻ പണ്ഡിതനാണ്. ഉബയ്യ് റളിയല്ലാഹു അൻഹു അക്കാലത്ത് എല്ലാവരും ഖുർആൻ പണ്ഡിതന്മാരൊന്നുമല്ല, ഇക്കാലത്തും അങ്ങനെയല്ല, സ്വഹാബത്തിന്റെ കാലത്തും അങ്ങനെയല്ല, എല്ലാവരും കൂടി ഖുർആൻ പണ്ഡിതനല്ല. കുറച്ച് സ്വഹാബത്ത് ഖുർആൻ പണ്ഡിതന്മാർ, കുറച്ച് സ്വഹാബത്ത് വേറെ ചില വിഷയങ്ങളിൽ അവർക്ക് വലിയ പാണ്ഡിത്യമുള്ളത്. അപ്പൊ ഉബയ്യ് റളിയല്ലാഹു അൻഹു എന്നാ പിന്നെ ഞാൻ രാത്രി എഴുന്നേറ്റ് നിർവഹിക്കുന്ന ആ ദുആ എനിക്ക് ഞാൻ ഒന്നും ദ്വാരക്കണില്ല, ഫുൾ ഞാൻ സ്വലാത്തിന് തന്നെ ആക്കാം. ഫുൾ സ്വലാത്ത് എല്ലാം. സ്വലാത്ത് എന്ന് പറഞ്ഞതിന് 2 അർത്ഥം ഉണ്ട് ഞാൻ പറഞ്ഞു.
അഷ്റഖ ബൈത്ത് സ്വലാത്താണ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ എന്ന് പറയുന്നത് സ്വലാത്താണ്. അസ്സലാമു അലൈക ഖൈറൽ അംബിയാഇ സയ്യിദർ റസൂലിൽ കിറാമിൽ അസ്കിയാഇ. അത് സ്വലാത്തുമാണ്, സലാമുമാണ്. അപ്പൊ റസൂലുള്ളാഹിയുടെ മദ്ഹായിട്ട് നമ്മൾ കാണുന്നതും പറയുന്നതും ഒക്കെ റസൂലുള്ളാഹിന്റെ സ്വലാത്തുമാണ്, മദ്ഹുവാണ്. അപ്പോ ഉബയ്യ് പറഞ്ഞു, ഞാൻ എന്റെ ടൈം ഫുള്ള് സ്വലാത്തിനായി നിർവഹിച്ച് ചെലവഴിക്കാൻ ഞാൻ എനിക്ക് ചോദിക്കുന്നില്ല അല്ലാഹുവോട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ഇതൻ എന്നാ പിന്നെ നീ മനസ്സിൽ ഒരു പ്രശ്നവും കൊണ്ടെടുക്കണ്ട, അത് അള്ളാഹ് ഏറ്റു. എന്താ എനിക്ക് വേണ്ടത് എന്ന് അള്ളാഹ്ക്ക് അറിയൂല. ഇപ്പൊ എനിക്ക് ചെവിട് തരണേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തനക്ക് ചെവിടൊന്ന്, എനിക്ക് കണ്ണ് തരണേ, കണ്ണിന് കാഴ്ച തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹ്ക്ക് കണ്ണ് തന്നു. എനിക്ക് എന്താ വേണ്ടത് എന്ന് അള്ളാഹ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തുഖ്ഫ ഹമ്മക്, ദുന്യവിയോ ഉഖ്റവിയായ എന്ത് പ്രശ്നം എനിക്കുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു തആല നിനക്ക് മതിയാക്കി തരും, പരിഹാരം അള്ളാഹു തആല കാണിച്ചു തരും. മാത്രമല്ല വേറൊരു ഓഫറും, നിന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും. നമ്മൾ ദോഷം പൊറുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആയി നമുക്ക് വേണ്ടത് അങ്ങനെ നടക്കും. അള്ളാഹു നമ്മളെ ദോഷം പൊറുത്തുന്നാ മതി, പിന്നെ നമ്മള് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നന്ദി പറഞ്ഞാൽ മതി. അള്ളാഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നന്ദി അങ്ങനെ പറഞ്ഞാൽ മതി. ഓട്ടോമാറ്റിക്കലി ആയി നമുക്ക് വേണ്ടതൊക്കെ നമ്മളെ മുന്നിൽ അങ്ങനെ നടക്കും. ദോഷം പൊറുത്താൽ ദോഷമാണ്. നമ്മൾ അള്ളാഹുവിനോട് കാണിച്ച അപമര്യാദ, അള്ളാഹുവിനോട് കാണിക്കുന്ന അനാദരവ്, ദോഷങ്ങൾ, അതാണ് നമുക്ക് അള്ളാഹു തആല നന്മ തരുന്നതിൽ നിന്ന് വിലക്കാവുന്നത്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ, മദ്ഹ് ചൊല്ലിയാൽ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് ഉബയ്യിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു.